പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ഹുഡിനി വെച്ച് നമ്മൾ ഒരു സോഫ്റ്റ് ബോഡി ഡൈനാമിക്സ് ചെയ്തു. അപ്പോൾ ഇനി അതിനെ നമുക്ക് എങ്ങനെ ഒരു ഭംഗിയായിട്ട് റെൻഡർ ചെയ്യാം. അതായത് ഞാൻ ഉപയോഗിക്കുന്ന സിനിമ 4D ആണ് പ്ലസ് റെഡ് ഷിഫ്റ്റ്. സോ സ്റ്റേറ്റ്യൂൺ. ഈ ഒരു പാർട്ടിൽ ഞാൻ റെഡ് ഷിഫ്റ്റ് ഈ ഇൻട്രോ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, പക്ഷേ ഞാൻ ആക്ച്വലി റെഡ് ഷിഫ്റ്റ് അല്ല ഉപയോഗിക്കുന്നത്. കാരണം അധികം പേർക്കും റെഡ് ഷിഫ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് പിന്നീടാണ് തോന്നിയത്. ഞാൻ സാധാരണ ബേസിക് റെൻഡർ വെച്ച് തന്നെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് ഈ ഡൈനാമിക് സോഫ്റ്റ് ബോഡി ഈ അലംബിക് ഫയൽ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത്, നിങ്ങൾക്ക് ഈ ഗ്ലോബൽ ആക്സസ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹൈഡ് ചെയ്ത് ഒഴിവാക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത്, നമുക്കൊരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ ഇവിടെ ചേഞ്ച് ചെയ്ത് ഇതിനെ കുറച്ച് പിറകോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇവിടെ സ്കെയിൽ പ്രോപ്പർട്ടീസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ സൈസ് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം. ഒന്നുമില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കിട്ടാൻ വേണ്ടി സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സീൻ സെറ്റപ്പ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു പൊസിഷൻ സെറ്റ് ചെയ്യാം. ഇനി ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏകദേശം കോമ്പോസിഷൻ സെൻറ്ററാക്കി മാറ്റുകയാണ്. ഇനി ഇവിടെ ക്യാമറ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ഇവിടെ സ്റ്റാൻഡേർഡുള്ള ഫിസിക്കൽ റെൻഡർ സെറ്റിംഗ് ഫിസിക്കലാക്കി മാറ്റി. എന്നിട്ട് ക്രിയേറ്റിൽ വന്ന് നമുക്ക് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ മെറ്റീരിയലിൽ ന്യൂ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ, ഇത് ഞാൻ ഉപയോഗിക്കുന്ന സിനിമ 4 R23 ആണ്. ഓൾഡ് വേർഷനുള്ളവർക്ക് ജസ്റ്റ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്ത് BG എന്നാക്കി. ഇതിൻ്റെ കോപ്പി എടുത്തു, Ctrl+C Ctrl+V അടിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ നൈക്കി എന്നും കൊടുത്തു. രണ്ട് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇത് രണ്ടും എന്ത് ചെയ്തു, ജസ്റ്റ് ഡ്രാഗ് ചെയ്തു, അപ്ലൈ ചെയ്തു. ഇനി വരുന്നത്, ജസ്റ്റ് റെൻഡർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. ഒരു റെൻഡറായിട്ട് ഒന്നും അത്ര ഭംഗിയായിട്ടൊന്നും കാണില്ല. ഇനി ഇവിടെ വരുന്നത്, നമുക്ക് HDRI ഹൈ ഡൈനാമിക് റേഞ്ച് ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഒരു ഒന്നുകൂടെ ഭംഗിയായിട്ടുള്ളൊരു ഇമേജ് ലൈറ്റിംഗ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് HDRI ഇമേജസ് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, സ്റ്റുഡിയോ കാറ്റഗറീസ്. നിങ്ങൾക്ക് സ്റ്റുഡിയോ ലൈറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലുള്ള സ്റ്റുഡിയോ കാറ്റഗറീസ് ഒന്ന് എടുക്കാം. എനിക്ക് ഇവിടെ ഒന്നുകൂടെ നാച്ചുറലായിട്ടുള്ള ഒരു HDRI ആണ് വേണ്ടത്. അപ്പോൾ എനിക്ക് ഇതൊന്നുകൂടെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഇവിടെ തൽക്കാലം 2K മതി, 2K റെസൊല്യൂഷൻ മതി. ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഇനി സിനിമ 4ൽ ഇവിടെ സ്കൈ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ന്യൂ മെറ്റീരിയൽ കൂടെ എന്ത് ചെയ്യും, ഒരു മെറ്റീരിയൽ വന്ന് ന്യൂ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തു. ഇതിനെ റീനെയിം ചെയ്ത് റീനെയിം എന്ത് ചെയ്യുക, HDRI എന്ന് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കളറിൽ ചെന്നിട്ട് ഈ ഒരു നമ്മുടെ പുതിയ HDRI ഇമേജസ് എന്ത് ചെയ്യുക, ലോഡ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. എന്നിട്ട് അത് സ്കൈക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കൊന്നും സംഭവിക്കില്ല. കാരണം നമ്മൾ HDRI ഉപയോഗിക്കുമ്പോൾ ഗ്ലോബൽ ഇലുമിനേഷൻ ആക്ടിവേറ്റ് ചെയ്യണം. അതിനെ റെൻഡർ സെറ്റിങ്ങിൽ വന്നിട്ട് ഇവിടെ എഫക്ട്സിൽ ഗ്ലോബൽ ഇലുമിനേഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇവിടെ പ്രീസെറ്റിൽ വന്ന് തൽക്കാലം എക്സ്റ്റീരിയർ പ്രിവ്യൂ കൊടുക്കുക. തൽക്കാലം പ്രിവ്യൂ ഫാസ്റ്റായിട്ട് റെൻഡർ കിട്ടാൻ വേണ്ടി ഇവിടെ റെൻഡർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അല്ല ഒന്നുകൂടെ ലൈറ്റിംഗ് എന്താണ് നമ്മുടെ ബെറ്ററായിട്ട് കാണാവുന്നതാണ്. ഇനി ഇതിൻ്റെ സ്കൈ കോർഡിനേഷനിൽ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. അതിന് മുൻപ് എന്താണ് സംഭവിക്കുന്നത് കാണിച്ചു തരാം. തൽക്കാലം ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. സ്കൈ ഒന്ന് എന്ത് ചെയ്തു, ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇതിൻ്റെ ലൈറ്റിംഗ് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ആംഗിളിലേക്ക് ചേഞ്ച് ചെയ്യാം. എനിക്കൊന്നുകൂടെ ഭംഗിയായിട്ടുണ്ട് ഇത്, ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. ലൈറ്റിങ് ഒന്നുകൂടെ ബെറ്ററാണ്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ കളർ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കളറിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ കളറിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്യാം. ജസ്റ്റ് പിൻട്രസ്റ്റിൽ കയറി നൈക്കി ആഡ്സ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ നൈക്കി AirMax എന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു റെൻഡേഴ്സ് കിട്ടുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഭയങ്കര ജസ്റ്റ് സിനിമ 4D റെൻഡറിന് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നല്ല കളർ ഇൻസ്പിറേഷൻ കിട്ടുന്നതാണ്. അപ്പം ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് രീതിയിലുള്ള കളർ നമുക്ക് എന്ത് ചെയ്യാം, പിക്ക് ചെയ്തെടുക്കാം.
ഇതുപോലുള്ള കളേഴ്സൊക്കെ എന്ത് ചെയ്യാം. അപ്പം തൽക്കാലം നമുക്ക് ഈ ഒരു ഇമേജിൽ നിന്ന് കളർ റെഫറൻസ് ആക്കി എടുക്കാം. ഇതിനെ സിനിമ 4D എന്ത് ചെയ്തു, മിനിമൈസ് ചെയ്തു. തൽക്കാലം ഇത് ഈ ഒരു പിൻട്രസ്റ്റ് എന്ത് ചെയ്തു, ഇങ്ങോട്ട് നീക്കി വെച്ചു. നമുക്ക് ഐ ഡ്രോപ്പർ വെച്ച് പിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് കളറിൽ വന്ന് ഇവിടെ ഐ ഡ്രോപ്പർ വെച്ച് എന്ത് ചെയ്തു, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്തു, പിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിൽ സെയിം കളർ എന്ത് ചെയ്യാം, ഇവിടെ റെൻഡർ അല്ലേ, ഈ സെയിം കളർ ബാക്ക് ഡ്രോപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എനിക്ക് ഒന്നുകൂടെ ലൈറ്റാക്കി കൊടുക്കാം. ഇത്രയും ഡാർക്കായിട്ടുള്ള ബ്ലൂ വേണ്ട, റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ കാണാവുന്നതാണ്. ലൈറ്റായിട്ടുള്ള ബ്ലൂ. ഇനി നൈക്കി എന്നുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്ത് അതിൻ്റെ കളറിൽ വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതേപോലെ പിക്ക് ചെയ്തെടുക്കാം. ഞാൻ തൽക്കാലം ഇവിടെ പ്രീസെറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ഈ സെയിം കളറിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ്. അപ്പം ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് കളേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കളർ ഐ ഡ്രോപ്പർ വെച്ച് പിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആ റിഫ്ലക്ഷൻസ് ലൂമിനൻസ് എന്ത് ചെയ്യുക, ഓൺ ചെയ്യാം. എന്നിട്ട് ലൂമിനൻസിൻ്റെ ടെക്സ്ചറിൻ്റെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ഐക്കണിൽ വന്ന് എഫക്ട്സിൽ സബ് സർഫേസ് സ്കാറ്ററിങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SSS ഷെയ്ഡർ എന്ന് പറയും. ജസ്റ്റ് ഇതിൻ്റെ പ്രീസെറ്റിൽ ആപ്പിൾ കൊടുത്തു, ഇതിൻ്റെ കളർ എന്ത് ചെയ്തു, ഏകദേശം ഒരു ഡാർക്ക് ബ്ലൂ എന്ത് ചെയ്തു, കളറിൻ്റെ സെയിം ഡാർക്ക് ബ്ലൂ കൊടുത്തു. ഇനി അതുപോലെ തന്നെ പാത്ത് ലെങ്ത് എന്ത് ചെയ്തു, ഒരു 2 സെൻറ്റിമീറ്റർ കൊടുത്ത് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സബ് സർഫേസ് സ്കാറ്ററിങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കിട്ടും. സത്യം പറഞ്ഞാൽ ഈ SSS ഷെയ്ഡർ ഉപയോഗിക്കുന്നത് നമ്മൾ സ്കിൻ ടോണൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. തൽക്കാലം അതേപോലെ തന്നെ റിഫ്ലക്ഷൻസിൽ വന്ന് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു, പുതിയൊരു ബെക്ക്മാൻ ആഡ് ചെയ്തു. എന്നിട്ട് ഗ്ലോബൽ റിഫ്ലക്ഷൻസ് എന്ത് ചെയ്തു, 2%, അതുപോലെ തന്നെ 9%, ഇതേപോലെ ചെറിയൊരു എമൗണ്ടിൽ എന്ത് ചെയ്തു സെറ്റ് ചെയ്യാം. എന്നിട്ട് റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലിപ്പം SSS ഷെയ്ഡർ ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ റിഫ്ലക്ഷൻസും ഉണ്ട്. ഇതൊന്ന് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം. റിഫ്ലക്ഷൻസ് 713 കൊടുത്തു. ചെറിയ രൂപത്തിലെ റിഫ്ലക്ഷൻസ് നമുക്ക് റിഫ്ലക്റ്റഡ് മെറ്റീരിയലായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം, നമ്മളോട് ഭംഗിയൊക്കെ എടുക്കാൻ വേണ്ടി. ഇനി HDRIയിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കളറിൽ വന്ന് നിങ്ങൾ HDRI സെലക്ട് ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ HDRI എന്ത് ചെയ്യണം, ഒരു ഡാർക്കായിട്ടുള്ളൊരു HDRI കൊണ്ടുവരിക. നിങ്ങൾക്ക് കാണാം ഡാർക്ക് സ്റ്റുഡിയോ. എന്നിട്ട് റെൻഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് അത്ര ജസ്റ്റ് ഞാനിവിടെ ജസ്റ്റ് HDRI മാത്രമേ ഇതിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആ ലൈറ്റിംഗ് ടോട്ടലായിട്ട് എന്ത് ചെയ്തു, ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന HDRI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചൂസ് വൈസ്ലി. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് HDRI കളക്ഷൻസ്, ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡിയോ HDRI ഉപയോഗിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഞാനിതിൻ്റെ ഒരു റെൻഡർ ചെയ്യാണ്. ഇവിടെ HDRIൻ്റെ ലൈറ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ എക്സ്പോഷർ എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്ത് HDRIൻ്റെ ആ ഒരു ഉള്ളോട്ട് വന്ന് ഇവിടെ എക്സ്പോഷർ എന്ത് ചെയ്യുക, -0.5 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എക്സ്പോഷർ ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ മെറ്റീരിയൽ വന്ന് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലുള്ള ഓരോ സ്റ്റുഡിയോ ലൈറ്റ് HDRIs നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ ബെറ്റർ നാച്ചുറലായിട്ടുള്ള ഒരു HDRI തന്നെയായിരിക്കും, ഒരു നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടാൻ വേണ്ടി. ഞാൻ തൽക്കാലം എന്ത് ചെയ്യാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ലൈറ്റാക്കാം. അതിൻ്റെ കളറൊന്ന് കൂട്ടാം ലൈറ്റാക്കിയിട്ട്. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടെ ഇതേപോലെ തന്നെ ഇതിൻ്റെ റൊട്ടേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ റിഫ്ലക്ഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാവുന്നതാണ്. ലൈറ്റിംഗ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക്
ഈ HDRI റൊട്ടേഷൻ വെച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഒരു ഗ്ലോബ് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ബെറ്റർ നമ്മുടെ സെറ്റിങ്ങിൽ വന്ന് ഈ ഗ്ലോബൽ ഇലുമിനേഷനിൽ എക്സ്റ്റീരിയർ പ്രിവ്യൂ മാറ്റി HDRI ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും റെൻഡർ ചെയ്യുമ്പോൾ. പക്ഷേ ഫൈനൽ റെൻഡറൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള റെൻഡർ കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റെൻഡർ ചെയ്യാം. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, തൽക്കാലം ഒന്ന് സേവ് ചെയ്യാണ് ഫയലിനെ. V2 ആക്കി സേവ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ബെറ്റർ നമ്മുടെ ആ ഒരു നേരത്തെ പറഞ്ഞല്ലോ ഒരു നാച്ചുറൽ HDRI തന്നെയാണ്. ഞാനതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഫയൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു HDRI തന്നെ ഉപയോഗിക്കുകയാണ്, ആ നാച്ചുറൽ HDRI. എന്നിട്ട് റെൻഡർ ചെയ്യുമ്പോൾ അതിന് രണ്ട് കാരണമാണ്. കാരണം നമ്മൾ ഇവിടെ കുറച്ച് സമയം എടുക്കും. കാരണം ഇതിൻ്റെ റൊട്ടേഷൻ നോർമലാക്കി, അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പോഷർ നമ്മൾ നേരത്തെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് 0 ആക്കി കൊടുത്തു, നോർമലാക്കി. ഈ റെൻഡർ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആണ്. മറ്റേതൊരു നമുക്ക് കണ്ടാൽ തന്നെ ആ ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാവുന്നതാണ്. ഇതൊന്നുകൂടെ നാച്ചുറൽ ലൈറ്റിംഗ് ആണ്. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് ഒരു ക്യാമറ ആഡ് ചെയ്തു. അതിൻ്റെ ക്യാമറ വ്യൂയിലേക്ക് വന്നു. അത് ക്യാമറ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആ ബാക്ക് ഡ്രോപ്പ്, നമ്മൾ ആ ഒരു പ്ലെയിൻ കുറച്ചുകൂടെ പിറകോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഷാഡോ ഇവിടെ കിട്ടില്ല, ഷാഡോസ് ഉണ്ടാവില്ല. നമുക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു റെൻഡർ കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം ഓക്കെയാണ്. ഇനി നേരത്തെ പറഞ്ഞല്ലോ ഫൈനൽ റെൻഡർ ചെയ്യുമ്പോൾ ഇവിടെ HDRI എക്സ്റ്റീരിയർ HDRI ഇമേജ് കൊടുത്ത് എന്ത് ചെയ്യുക, റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റെൻഡർ ചെയ്യാം. പക്ഷേ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ഫൈനൽ റെൻഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, എക്സ്റ്റീരിയർ HDRI ഇമേജ് കൊടുത്താൽ മതി. ഇനി ഇതാണ് ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഇതിനെന്ത് ചെയ്യാം, നമുക്ക് ഒരു ആംഗിളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് റെൻഡർ ചെയ്ത് നോക്കാം. ഇതാണ് നേരത്തെ ആ ഒരു സ്റ്റുഡിയോ HDRI. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ കാണിച്ചല്ലോ ഒരു സ്റ്റുഡിയോ ആർട്ടിഫിഷ്യൽ HDRI ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ലൈറ്റിംഗ് ആണ് ഈ ഒരു ടൈപ്പ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ നാച്ചുറൽ റിയലിസ്റ്റിക് HDRI ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ലൈറ്റിംഗ് ആണ് ഇത്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ബെറ്ററാണ് ഈ ഒരു ലൈറ്റിംഗ്. അപ് ടു യു എനിവേ. ഇതിൽ തന്നെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, രണ്ട് ഡിഫറെൻറ്റ് HDRI തമ്മിലുള്ള. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിനെ ഓരോ ഫ്രെയിമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ആനിമേഷനായിട്ട് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് അതിൻ്റെ റെൻഡർ സെറ്റിംഗ് കുറച്ച് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. പൊസിഷനും കാര്യങ്ങളൊന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം ക്യാമറയുടെ. ഉണ്ട് ഇവിടെ ലൈറ്റിംഗ് ഉണ്ട്, ഇതിൻ്റെ ലൂമിനൻസ് റിഫ്ലക്ഷൻസ് ഒന്നുകൂടെ കൂട്ടി കൊടുക്കണം. കാരണം നാച്ചുറൽ HDRI ഉപയോഗിച്ചപ്പോൾ അതിൽ റിഫ്ലക്ഷൻസ് അത്രയും എടുത്ത് കാണിക്കുന്നില്ല. ഒന്നുകൂടെ ഒന്ന് കൂട്ടി കൊടുത്തു. ഇറ്റ്സ് പ്രിറ്റി ഗുഡ് ഐ തിങ്ക്. സോ നമുക്ക് ഇതിൻ്റെ റെൻഡർ സെറ്റിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം.
എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ്. അതിനായിട്ട് ഇവിടെ ക്യാമറ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവിടെ പ്രൊട്ടക്ഷൻ ടാഗ്സ് ഉപയോഗിക്കാം. അത് സേഫാണ്, അതായത് പൊസിഷനിലൊന്നും മൂവ് ചെയ്യില്ല. അതുപോലെ തന്നെ ഈ ഒരു റെൻഡർ സെറ്റിങ്ങിൽ വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ കറണ്ട് ഫ്രെയിമുള്ള ഓൾ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രെയിം എന്ത് ചെയ്യും വരും. സേവ് വന്ന് ഇവിടെ ഫയൽ ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിലേക്ക്, ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, ആ ഒരു ഫോൾഡറിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെല്ലാം എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ പേര് കൊടുത്തു, നൈക്കി എന്ന് കൊടുത്തു. ഇവിടെ ഫോർമാറ്റ്, ഇവിടെ ഓപ്പൺ EXR ഉണ്ട്, ഇതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. തൽക്കാലം നമുക്ക് JPEG കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്കിവിടെ ഹൈറ്റ് വിഡ്ത്ത് എന്ത് ചെയ്യാം, ഫയലിൻ്റെ റെസൊല്യൂഷൻ ഫുൾ HD എല്ലാം സെറ്റ് ചെയ്യാം. ഇതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ്ലി ആനിമേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റെൻഡറായിട്ട് കിട്ടുന്നതാണ്. സോ hope you enjoyed. So stay tuned for more videos.